ഒരു കയ്യിലാണ് ഇങ്ങനെ തൂക്കിയിരിക്കുന്നത്. അത്രത്തോളം വെയിറ്റ്ലെസ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന കാവൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും. രോഗികൾ, ക്യാൻസർ പേഷ്യൻ്റ് മുതലായവരൊക്കെ സമീപിക്കാറുണ്ട്. അവർക്കൊക്കെ ഇത് വളരെ സൗജന്യമായിട്ട് ഞാൻ സന്തോഷത്തോടു കൂടി നൽകാറുണ്ട്. അത് എനിക്ക് കിട്ടുന്ന ഒരു ആത്മനിർവൃതി കൂടിയാണ്. റയറായിട്ട് കാണുന്നതാണ് മിൽക്ക് ഫ്രൂട്ട്. എല്ലാ വീടുകളിലും കാണണമെന്നില്ല. വാസ്തവത്തിൽ പുതിയ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും ചിലതൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇടാറുണ്ട്. കാരണം കിളികൾക്കും ജീവിക്കണമല്ലോ. വാഴ വരെ, നെല്ല് മുതൽ വാഴ വരെയുള്ള എല്ലാത്തരം കൃഷിയും ഞാൻ ടെറസിൽ നടത്തുന്നു. ടെറസിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. ഇത് എനിക്കൊന്നും പുതിയ തലമുറയ്ക്ക് പരിചിതമാകാൻ സാധ്യതയില്ല. അത്യാവശ്യം അങ്ങാടി മരുന്നിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കീഴാർനെല്ലി മുതൽ തുമ്പ വരെയുള്ള പാരപ്പറ്റിലാണ്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് പാരപ്പറ്റിലാണ്. ഈ വർഷത്തെ പോഷകത്തോട്ടത്തിനുള്ള സംസ്ഥാന അവാർഡ് എനിക്ക് ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അവാർഡിനോടൊപ്പം തന്നെ എനിക്കൊരു 50,000 രൂപ ക്യാഷ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആ ക്യാഷ് അവാർഡ് ഞാൻ ഈ 2500ഓളം ചെടിച്ചട്ടികളുണ്ട്. അതിലെല്ലാത്തിലും കൃത്യമായി വെള്ളം എത്തിക്കുക അത്ര എളുപ്പമല്ല, ദുഷ്കരമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം നിലയിൽ ആ തുക ഞാൻ ട്രിപ്പ് ഇറിഗേഷൻ നടത്തുന്നതിന് വേണ്ടി കൺവെർട്ട് ചെയ്യുകയായിരുന്നു. കിട്ടിയ അവാർഡ് തുക എനിക്കൊരു ഇരട്ടി മധുരം നൽകുന്നതാണ്. അതോടൊപ്പം എൻ്റെ ചെടികൾക്കും ഇരട്ടി മധുരം നൽകുന്നതാണ്. ഞാൻ ഈ 2 ടെറസുണ്ട്. ഈ 2 ടെറസിലും 2500ഓളം ഗ്രോ ബാഗും ചെടിച്ചട്ടികളുമായിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പാദനം മൊത്തത്തിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ആരെങ്കിലും സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ, ഒരു സേവനം എന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. ചിലർ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പുരുഷന്മാർ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ സമയം പാഴാക്കുന്നവരാണ്. അതൊക്കെ വാസ്തവത്തിൽ അത്തരത്തിലുള്ള ആൾക്കാർ കൃഷിയിലേക്ക് തിരിയണം. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും 2019 വിരമിച്ചതാണ്. അതിനു മുമ്പ് ഞാൻ കൃഷി ചെയ്യുമായിരുന്നു. പക്ഷേ അന്ന് തിരക്കുണ്ടായിരുന്നു. അന്ന് കുടുംബത്തിൻ്റെ സഹായം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. വിരമിച്ചതിന് ശേഷം എനിക്ക് കൂടുതൽ സമയം ഇതിൽ എൻഗേജ് ചെയ്യാൻ കഴിയുന്നു. നമുക്ക് വാസ്തവത്തിൽ ജീവിതത്തിലൊരു നൊസ്റ്റാൾജിക് മെമ്മറി നൽകുന്നതാണ് ഈ നെല്ലെന്ന് പറയുന്നത്. കുട്ടികൾ പലരും ഇവിടെ വരാറുണ്ട്. ആ കുട്ടികൾക്ക് നെല്ലെന്തെന്ന് അറിയില്ല. അതുകൂടി പരിചയപ്പെടുത്താനാണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നത്. അതോടൊപ്പം വാഴ വരെ, നെല്ല് മുതൽ വാഴ വരെയുള്ള എല്ലാത്തരം കൃഷിയും ഞാൻ ടെറസിൽ നടത്തുന്നു. ടെറസിൽ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട്. ടെറസിൽ എല്ലാം ചെയ്യാൻ കഴിയും. അത് കൃത്യമായി പരിപാലിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ടെറസിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്നതാണ് ഈ പടവലവും പാവലും ഒക്കെ. അത് വാസ്തവത്തിൽ നമുക്ക് മനസ്സിന് വലിയൊരു ആനന്ദം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതോടൊപ്പം അല്പം കുനിഞ്ഞു പോകണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇല്ലിക്കൊമ്പൻ വഴുതന ഞാൻ കോട്ടയത്തു നിന്ന് ഒരു സുഹൃത്തിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. വാസ്തവത്തിൽ പുതിയ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം കോട്ടയത്ത് പോയി ഈ തൈകൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ നടുകയായിരുന്നു. അപ്പോൾ എവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഇത്തരം ഹൈബ്രിഡായിട്ടുള്ള പച്ചക്കറി തൈകൾ കിട്ടുന്നുണ്ടോ അവിടെ എല്ലാം പോയി അത് കളക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പം കൂടുതൽ ഉൽപ്പാദനം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. കായ്ഫലം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ വളർച്ച എനിക്ക് തോന്നുന്നു തറ വരെ എത്തുന്ന രീതിയിലാണ്. അത്ര നീളത്തിനുള്ള വഴുതനയാണ്. അപ്പോൾ ഒരു വഴുതന മതി നമുക്ക് ഒരു ദിവസത്തേക്ക് പാചകം ചെയ്യുന്നതിന്. നമ്മൾ ഈ ചെട്ടി ഞാൻ ഒരു കയ്യിലാണ് ഇങ്ങനെ തൂക്കിയിരിക്കുന്നത്. അത്രത്തോളം വെയിറ്റ്ലെസ് ആണ്. നമുക്ക് ഈ ടെറസിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് വെയിറ്റ്ലെസ് ആക്കാൻ കഴിയും എന്നുള്ളൊരു ആലോചന കൂടി എല്ലാവരും നടത്തേണ്ടതുണ്ട്. കാരണം അടിവശത്ത് കരിയിലയും അതിന് മുകളിൽ കുറച്ച് പോട്ടിംഗ് മിശ്രിതമാണ് എടുക്കുന്നത്. കൂടാതെ നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള വളങ്ങളാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെടിച്ചട്ടി വെയിറ്റ്ലെസ് എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, മണ്ണ് വളരെ കുറവാണ്. അതിനടിവശം കരിയിലയും അതുപോലെ വേണ്ടുന്ന പോട്ടിംഗ് മിശ്രിതമാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന കാവലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും. പലരും ധരിക്കാറുണ്ട് ഒത്തിരി മണ്ണുണ്ടെങ്കിൽ ഒത്തിരി കാവലം കിട്ടൂ എന്നുള്ളത്. അത് തെറ്റായ ധാരണയാണ്. അപ്പോൾ ടെറസിലൊക്കെ പ്രത്യേകിച്ച് വെയിറ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ വളം ലിക്വിഡ് ഫോമിലുള്ള ഫിഷ് അമിനോ അതുപോലെ തന്നെ എഗ് അമിനോ ഇതുപോലുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കും. ഞാനിവിടെ ടെറസിൽ വാഴ നട്ടിരിക്കുന്നുണ്ട്. അതിൽ ഏത്തവാഴയാണ് ഈ ടെറസിൽ നട്ടിരിക്കുന്നത്. ഏത്തവാഴ ഈ പറഞ്ഞാൽ വലിയ ഹൈറ്റ് വരില്ല. ഏത്തവാഴ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പില്ലറുള്ള സ്ഥലത്താണ് വാഴ വച്ചിരിക്കുന്നത്. അതും ചാക്കിലാണ്. അതിന് ലിക്വിഡ് ഫോമിലുള്ള വളമാണ് കൊടുത്തു വരുന്നത്. നല്ല വിളവ് ലഭിക്കുന്ന രീതിയിലുള്ള കൊല നമുക്ക് ലഭിക്കുന്നു. വെർട്ടിക്കലിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ മുളക് സമൃദ്ധമായിട്ട് മുളക് കാച്ചി കിടപ്പുണ്ട്. ഇത് നല്ല ഇനം നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന നീളമുള്ള കാശ്മീരി ടൈപ്പ് മുളകുകളാണ്. അപ്പോൾ അത് ഈ മൾട്ടി ലെയർ വെർട്ടിക്കലിലാണ് നമ്മൾ ഈ മുളക് വച്ചിരിക്കുന്നത്. കാരണം ഇത് ഒരു പക്ഷേ വലിയ ചെടിയാണെങ്കിൽ അത് മറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ കൂടി നമ്മളത് പരിപാലിച്ച് പോകണം. കാറ്റടിച്ചാൽ മറിഞ്ഞു പോകാത്ത ടൈപ്പ് മുളക് പോലുള്ളത് ഈ വെർട്ടിക്കലിൽ നമുക്ക് വയ്ക്കാൻ കഴിയും. വെണ്ടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. 5ഓളം വെർട്ടിക്കൽ സംവിധാനമുണ്ട്. അതിൽ ഒരു തരത്തിലുള്ള ഒരു വെർട്ടിക്കലാണിത്. ഇതിലും 25 ചെടിച്ചട്ടികൾ വയ്ക്കാൻ കഴിയും. പലരും പറയുന്നത് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്നാണ്. സ്ഥലമില്ലെങ്കിലും മനസ്സുണ്ടായാൽ മതി എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം 10 സ്ക്വയർ ഫീറ്റുള്ള ഒരു സ്ഥലത്ത് നമുക്ക് 5 ചെടിച്ചട്ടി വയ്ക്കാവുന്ന സ്ഥലത്ത്
ഈ വെർട്ടിക്കലിലൂടെ നമുക്ക് 25 ചെടിച്ചട്ടികളും വയ്ക്കുകയും കൃഷി ചെയ്യാനും കഴിയും. ഇവിടെ ഒരു 50ഓളം ഫലവൃക്ഷങ്ങൾ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അത് ചെടിച്ചട്ടിയിലാണ്. അത് നല്ലവണ്ണം കായ്ക്കുന്നുണ്ട്. കായ്ക്കാനുള്ള പ്രധാന കാരണം കൃത്യമായ പ്രൂണിങ് നടത്തിവിടണം. അപ്പോൾ അതുകൊണ്ട് പ്രൂണിങ് സംവിധാനം കൃത്യമായിട്ട് നമ്മൾ നടത്തിപ്പോയാൽ കൃത്യമായി പൊക്കവും കൂടില്ല, അതോടൊപ്പം നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുകയും ചെയ്യും. മാതളം വാസ്തവത്തിൽ ഞാൻ പറിക്കാറായതാണ്. പലപ്പോഴും ചിലതൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇടാറുണ്ട്. കാരണം കിളികൾക്കും ജീവിക്കണമല്ലോ. പ്രകൃതിയോടൊപ്പം ഇണങ്ങി എങ്ങനെ ജീവിക്കാം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ട് കിളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ നെല്ല് നടന്നത് വാസ്തവത്തിൽ ഒരു ആദായം എന്ന രീതിയിലല്ല, അത് കുറച്ചേ ഉള്ളൂ. അത് വൈകുന്നേരങ്ങൾ കിളികൾ വല്ലാതെ ഇവിടെ വരാറുണ്ട്. കിളികൾക്ക് കൂടി ആഹാരം എന്ന രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനും ഒരു രസമാണ്. ഇവിടെ ഗ്രേപ്സും കൃഷി ചെയ്യുന്നുണ്ട്. ഗ്രേപ്സ് ഞാൻ താഴെ മണ്ണിൽ നട്ടിട്ട് മുകളിലേക്ക് പടർത്തിക്കൊണ്ട് വരുന്നതാണ്. അതിനും ഈ പറഞ്ഞ പോലെ പ്രൂണിങ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് കൃത്യമായി പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ ഇതുപോലെ നല്ല രീതിയിലുള്ള കാവലം, നല്ല പച്ച നിറത്തിലുള്ള മധുരമുള്ള മുന്തിരിയാണ്. റയറായിട്ട് കാണുന്നതാണ് മിൽക്ക് ഫ്രൂട്ട്. എല്ലാ വീടുകളിലും കാണണമെന്നില്ല. അത് വളരെ ഹൈറ്റ് കുറഞ്ഞ സമയത്ത് തന്നെ അത് കായ്ച്ചു വരുന്നുണ്ട്. പ്രധാനമായിട്ടും ക്യാരറ്റ്, പാലക്ക് ചീര, ബീറ്റ്റൂട്ട്, അതുപോലെ ശീതകാല പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങൾ ഒക്കെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് സപ്പോർട്ടയാണ്. അതും ചെടിച്ചട്ടിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അത് വളരെ പൊക്കം കുറഞ്ഞ രീതിയിൽ തന്നെ അതിൻ്റെ കാവലം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് കണ്ടാൽ അറിയാം, ഒരു 3-4 കാവലം വന്നിട്ടുണ്ട്. ഇത് ടെറസിലാണ് മുരിങ്ങ നട്ടിരിക്കുന്നത്. ചെടിച്ചട്ടിയിലാണ്. മുരിങ്ങയ്ക്ക് വലിയ വിലയുള്ളൊരു സമയമാണ്. ആ സമയത്ത് നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള മുരിങ്ങ നമുക്ക് തന്നെ ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, അതായത് ഈ ബുഷ് ടൈപ്പിലുള്ള കുരുമുളകാണ്. നമുക്ക് വീട്ടിന് ആവശ്യമുള്ള കുരുമുളക് ഇതിൽ നിന്ന് കിട്ടും. ഒരു 50ഓളം കുരുമുളക് തൈകൾ എനിക്കിപ്പോൾ ഉണ്ട്. നെല്ലി താഴെ മണ്ണിൽ നട്ടിരിക്കുന്നതാണ്. അത് പൊങ്ങി കായ്ച്ചു കിടക്കുകയാണ്. നല്ലവണ്ണം കാവലം ലഭിക്കുന്നതാണ്. വലിയ സൈസ് നെല്ലിക്കയാണ്. ഇത് 3/4 വിളവേ ആയിട്ടുള്ളൂ. ഇതിൽ നിന്നും വലിയ വലിപ്പത്തിലുള്ള നെല്ലിക്ക നമുക്ക് ലഭിക്കും. ചുണ്ടയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചുണ്ടയ്ക്കയുടെ ഒരു മഹത്വവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ചുണ്ടയും നല്ലവണ്ണം ടെറസിൽ കൃഷി ചെയ്യാൻ കഴിയും. ഇത് നിത്യവഴുതനയും നല്ലവണ്ണം കായ്ച്ച് വരുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന കീഴാർ നെല്ലിയാണ്. നമ്മളിത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു പുതിയ തലമുറയ്ക്ക് പരിചിതമാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ തുമ്പ, അത്യാവശ്യം അങ്ങാടി മരുന്നിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കീഴാർ നെല്ലി മുതൽ തുമ്പ വരെയുള്ള എല്ലാ ഇനം ഔഷധ സസ്യങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നു. ഉമ ഇനത്തിൽ വരുന്ന ഒരു നെല്ലിനമാണ്. നല്ല രീതിയിൽ അതിൻ്റെ കാവലം നമുക്ക് ലഭിക്കുന്നതാണ്. അതിനായി വരുന്നതേ ഉള്ളൂ. ഈ സ്ഥലം പടർത്തുന്ന പച്ചക്കറികളാണ്. പാവൽ, പടവലം പ്രധാനമായിട്ടും. അത് പടർത്താനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഒരു വല വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പടർത്താൻ കഴിയും. അത് നല്ല രീതിയിൽ പടവലവും അതുപോലെ തന്നെ പാവലും ഒക്കെ നല്ല രീതിയിൽ കായ്ച്ച് കിടപ്പുണ്ട്. അത് ഒത്തിരി പറിച്ചു കഴിഞ്ഞു. ബാക്കി വരുന്നതാണ് ഇപ്പം കാണുന്നത്. വാസ്തവത്തിൽ ജൈവ കീടനാശിനി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതോടൊപ്പം പ്രകൃതിക്ക് അനുയോജ്യമായ ഈ പറഞ്ഞ ചെടികൾ കൂടി, വാടാമുല്ല, ബന്ദി മുതലായ പൂക്കൾ കൂടി ഇതിനിടയ്ക്ക് ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം ബന്ദിയുടെ സമയമായിട്ടില്ല. ഓണത്തിനൊക്കെ ബന്ദി വളരെ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. ദീർഘകാലം നിൽക്കുന്നതാണ് വാടാമുല്ല. അത് വലിയ പരിപാലനമൊന്നും ആവശ്യമില്ല. അത് കീടങ്ങളെ അട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നു. സാമ്പാർ ചീര എന്ന് ചിലപ്പോൾ പറയും. ബാസില്ല എന്ന രീതിയിലുള്ള ഒരു പാചകത്തിന് നല്ലതാണ്. ബജ്ജി ഉണ്ടാക്കാനൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. ഇത് പാരപ്പറ്റിലാണ്. സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് പാരപ്പറ്റിലാണ്. പാരപ്പറ്റ് പോലും ചെടിച്ചട്ടികൾ വയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സെലക്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള ചെടികൾ മാത്രമേ സെലക്ട് ചെയ്യൂ. വലിയ പച്ചക്കറി വരുന്ന വെണ്ട ഇനം മുതലൊന്നും ഈ പാരപ്പറ്റിൽ നമ്മൾ വയ്ക്കാൻ പാടില്ല. നിലക്കടലയാണ്. നിലക്കടലയും നല്ലവണ്ണം നമുക്ക് ലഭിക്കുന്നതാണ്. പലരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് ടെറസിൽ കൃഷി ചെയ്താൽ ചോർച്ച വരുമോ എന്നുള്ളൊരു പ്രശ്നമാണ്. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് അങ്ങനെയല്ല. നമുക്കൊരു മീഡിയത്തിൻ്റെ പുറത്ത് മാത്രമേ നമ്മൾ ഈ ചെടിച്ചട്ടികളോ ഗ്രോ ബാഗോ വയ്ക്കാൻ പാടുള്ളൂ. അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വെർട്ടിക്കൽ സംവിധാനം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ ഗ്രോ ബാഗ് നമുക്ക് വയ്ക്കാൻ കഴിയും. അതോടൊപ്പം ഈ ചോർച്ച തടയുന്നതിന് വെർട്ടിക്കൽ സംവിധാനം വളരെ സഹായകരമാണ്. ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ജീവാമൃതം ഉപയോഗിക്കും, ഫിഷ് അമിനോ ഉപയോഗിക്കും, എഗ് അമിനോ ഉപയോഗിക്കും. അതുപോലെ തന്നെ അല്ലാതെ രീതിയിലുള്ള നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന തേയിലയുടെ പിണ്ടി, അതുപോലെ മുട്ടയുടെ തോട്, ഇതെല്ലാം വളമാക്കി മാറ്റുന്നു. അതുപോലെ ചാണകം പ്രധാന വളമായിട്ട് ഉപയോഗിക്കുന്നു. പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നുണ്ട്. പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന രീതി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇന്നിപ്പം. എങ്കിലും 3:2:1 എന്ന റേഷ്യോയിൽ മണ്ണ് 3, 2 പോർഷൻ ചാണകം, 1 പോർഷൻ ചകിരിച്ചോറ്, ഇതാണ് നമ്മൾ പോട്ടി മിശ്രം തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും അതിനോടൊപ്പം മിക്സ് ചെയ്യുന്നു. ഡോളോമൈറ്റ് വളരെ പ്രധാനപ്പെട്ട
pH ഫാക്ടർ കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതെല്ലാവരും ഈ പറഞ്ഞ പോലെ മണ്ണിൽ ചേർക്കണം. ഡോളോമൈറ്റ് ചേർത്തിട്ടുള്ള മണ്ണായിരിക്കണം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടത്. മുൻകാലങ്ങളിലെ വെള്ളം നേരിട്ട് കൈകൊണ്ട് ഒഴുകുകയായിരുന്നു. പക്ഷേ ഇത്തവണ ഈ ഇത്രയും ചെടിച്ചട്ടികളും ഗ്രോ ബാഗും ഉള്ളതുകൊണ്ട് എനിക്കത് പ്രായോഗികമല്ല എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രിപ്പ് ഇറിഗേഷനിലേക്ക് മാറിയത്. പക്ഷേ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്താൽ പിന്നെ ഒന്നും നോക്കാനില്ലല്ലോ, വെള്ളം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ചെടികൾ വളർന്നു. അത് പോരാ. ദിവസവും ഇതിൻ്റെ പരിപാലനം ഒരു 3-4 മണിക്കൂർ, എനിക്കിപ്പോൾ ഇത്രയും ചെടിച്ചട്ടികൾ ഉള്ളതുകൊണ്ട് 4-5 മണിക്കൂർ പരിപാലനത്തിന് വേണ്ടി വരുന്നുണ്ട്. അത് പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. കാരണം നമുക്ക് ആരോഗ്യ പരിപാലനത്തിനും അത് വളരെ സഹായകരമാണ്. എനിക്ക് 2 ടെറസുണ്ട്. അതിൽ പിന്നെ രണ്ടാമത്തെ ടെറസാണിത്. അത് കുറച്ച് വിസ്തീർണം കുറവാണ്. അവിടെ നമ്മൾ ഈ ഹോർട്ടിക്രോപ്പിൻ്റെ പിന്നെ വെർട്ടിക്കൽ ഗാർഡൻസ്, വെർട്ടിക്കൽ സംവിധാനവും 2 വെർട്ടിക്കൽ സംവിധാനവും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 16ഓളം പിന്നെ ചട്ടികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാത്തരം മിക്കവാറും ശീതകാല പച്ചക്കറികൾ, വഴുതന, തക്കാളി, കപ്പ, വെള്ളരി എന്ന് വേണ്ട, പയർ എന്ന് വേണ്ട എല്ലാത്തരം ഇവിടെയും കൃഷി ചെയ്യുന്നുണ്ട്. അത് വളരെ അടുപ്പിച്ചാണ് വച്ചിരിക്കുന്നത്, സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ്. അതൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ നടപ്പാത വളരെ ചുരുങ്ങിയ നടപ്പാത മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് ശീതകാല പച്ചക്കറികളുടെ ഒരു ഇനമാണ് കോളിഫ്ലവർ. കോളിഫ്ലവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത് നല്ലവണ്ണം കാച്ച് വരുന്നതാണ്. കോളിഫ്ലവറൊക്കെ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് വിഷം നിറഞ്ഞതായിരിക്കും. അതിന് പകരം നമുക്ക് വളരെ ശുദ്ധമായ കോളിഫ്ലവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇത് ഹോർട്ടിക്രോപ്പിൻ്റെ ഒരു വെർട്ടിക്കൽ സംവിധാനമാണ്. ഇത് അവർ ഈ ചട്ടിയും വളവും അതുപോലെ തന്നെ ഈ വെർട്ടിക്കലുമായിട്ട് തരുന്നതാണ്. ഇത് വലിയ സഹായമാണ്. കാരണം വളരെ സബ്സിഡൈസ്ഡ് റേറ്റിലാണ് അവർ സഹായിക്കുന്നത്. അപ്പം ഞാനീ പറഞ്ഞ പോലെ ഈ കൃഷിക്ക് എല്ലാ തരത്തിലുമുള്ള നമ്മൾ താല്പര്യമുണ്ടെങ്കിൽ സമൂഹമാകെ നമ്മളോടൊപ്പം നിൽക്കുമെന്നതിൻ്റെ ഉദാത്ത മാതൃകയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ. ഈ ഹോർട്ടിക്രോപ്പിൻ്റെ വെർട്ടിക്കലിൽ ക്യാബേജാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കും. അതുപോലെ വളം ഉൾപ്പെടെയാണ് ഈ ഹോർട്ടിക്രോപ്പുകാർ നമുക്ക് ഇവിടെ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, തക്കാളി നല്ലവണ്ണം സമൃദ്ധമായിട്ട് കാഴ്ച കിടക്കുകയാണ്. അപ്പോൾ എല്ലാ കാലത്തും കൃഷി ചെയ്യാവുന്നതാണ് തക്കാളി. അതുപോലെ പയർ നമുക്ക് എല്ലാ കാലത്തും കൃഷി ചെയ്യാവുന്നതാണ്. വളരെ പിന്നെ നല്ല രീതിയിൽ കാവലം ലഭിക്കുന്നതാണ്. അത് നല്ല വിത്തുകൾ സെലക്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൃഷി ഭവനും അതുപോലെ തന്നെ കാർഷിക കോളേജിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ നല്ല ഹൈബ്രിഡ് വിത്തുകളാണ്. കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ഹൈബ്രിഡ് വിത്തുകൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഷീറ്റിട്ട സ്ഥലമാണ്. ഷീറ്റിട്ട സ്ഥലത്ത് പിന്നെ വെള്ളരിയും കപ്പയും ഒക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് പടർത്താനുള്ള സൗകര്യത്തിലാണ് ഈ ഓലയൊക്കെ ഇട്ട് നമ്മൾ അത്തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ഷീറ്റിലങ്ങ് കൃഷി ചെയ്ത് കളയാമെന്ന് ധരിക്കരുത്. ബീം വരുന്ന സ്ഥലത്ത് മാത്രമേ വെയിറ്റുള്ള സാധനങ്ങൾ വയ്ക്കാൻ പറ്റൂ. നടക്കുന്നതും സ്ഥലത്ത് തന്നെ ആയിരിക്കണം. അത്തരത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാണുന്നത് കൊണ്ട് എല്ലാവരും ഷീറ്റിൽ കയറി പിന്നെ വെയിറ്റ് ലോഡ് കൊടുക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരികേശൻ. ഞാൻ 2019 ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും പിന്നെ വിരമിച്ചു. പിന്നെ അതിനുശേഷം എൻ്റെ കൃഷി കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ നടത്തി വരുന്നു. എൻ്റെ ജീവിത പങ്കാളി ശ്രീകല ഇന്നിപ്പം സ്ഥലത്തില്ല, ഒരു യാത്രയിലാണ്. പിന്നെ എൻ്റെ മകൻ അനന്തു, അതോടൊപ്പം മകള് സ്ഥലത്തില്ല, UK-യിലാണ്. മകളും മകള് അപർണ, മരുമകൻ പത്മകുമാർ, എൻ്റെ ഒരു കൊച്ചുമകനുണ്ട് അർഹൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുടുംബം. അതോടൊപ്പം എൻ്റെ അമ്മ ഇവിടെയുണ്ട്, ശ്യാമളാദേവി എന്നാണ് പേര്. അപ്പോൾ എന്നെ ഈ കൃഷിയിൽ എൻ്റെ ജീവിത പങ്കാളിയും അതോടൊപ്പം പിന്നെ മകനും സഹായിക്കാറുണ്ട്. ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു മധ്യഭാഗത്തായിട്ട് മണക്കാട് സമാധി എന്ന് പറയുന്ന സ്ഥലത്ത്, ശ്രീനഗറിലാണ് ഞാൻ താമസിക്കുന്നത്. 25 വർഷമായിട്ട് കൃഷി ഇവിടെ ചെയ്യുന്നു. ഞാൻ കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. എൻ്റെ ആഗ്രഹം, ജോലിയിലിരിക്കുമ്പോഴും എനിക്ക് കൃഷിയിലുള്ള താല്പര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. അന്ന് മുതൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ റിട്ടയർ ആയതിനു ശേഷം എനിക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടുന്നു. അത് കാരണം എനിക്ക് കൃഷി കുറച്ചുകൂടെ വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 2500ഓളം ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലുമാണ് ഞാനിപ്പം കൃഷി ചെയ്യുന്നത്. ടെറസ് കൃഷിയിൽ പലരും ധരിക്കും നമുക്ക് കുറച്ച് ചെടിച്ചട്ടി വെച്ച് ഇതെല്ലാം അങ്ങ് ചെയ്ത് കളയാം എന്ന് പറയും. ഇതൊരു കൂട്ടായ യജ്ഞത്തിൻ്റെ ഭാഗമാണ്. കാരണം അതിൽ പ്രധാനമായിട്ടും ഗവൺമെൻറ്, കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പും അതുപോലെ തന്നെ കൃഷിഭവൻ കലാധരൻ എന്ന് പറഞ്ഞൊരു കൃഷി ഓഫീസറുണ്ട്. പാളയത്തുള്ളൊരു കലാധരൻ എന്നൊരു കൃഷി ഓഫീസറുണ്ട്. അവർ ചെയ്യുന്നൊരു സഹായം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. വളമായിട്ടും വിത്തായിട്ടും തൈയായിട്ടും നമുക്ക് നൽകുന്നൊരു സഹായം കൃത്യമായ മോണിറ്ററിങ് നടത്താറുണ്ട്. അതുപോലെ തന്നെ കാർഷിക കോളേജിൽ നമ്മുടെ നെടുങ്ങാടുള്ള മീര എന്ന് പറഞ്ഞൊരു പ്രൊഫസറുണ്ട്. അവർ നൽകുന്ന സഹായം കാർഷിക കോളേജും അതുപോലെ കൃഷിഭവനും കാർഷിക വകുപ്പും നൽകുന്ന ഒരു സഹായം പറഞ്ഞറിയിക്കേണ്ട ഒരു കൂട്ടായ യജ്ഞത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ കുടുംബത്തിൻ്റെ സഹായവും പറഞ്ഞ് നമുക്കൊരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് മാറി നിൽക്കേണ്ടി വന്നാൽ കുടുംബം ഇത് കാര്യങ്ങൾ, അതായത് എൻ്റെ ജീവിത പങ്കാളിയും മകനും ഒക്കെ ഇത്തരത്തിലുള്ള സഹായം
നമുക്ക് ചെയ്യുന്ന ഒരു കൂട്ടായ പ്രയത്നമാണ് ഈ കൃഷി. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എനിക്ക് ഈ സംസ്ഥാന അവാർഡ് കിട്ടിയതിന് ശേഷം ഒത്തിരി ആൾക്കാർ ദിവസവും ഇവിടെ കാണാൻ വരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കുട്ടികളാണ്. കുട്ടികളെ സ്കൂളുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. കാർഷിക കോളേജിലുള്ള കുട്ടികൾ അവരുടെ റിസർച്ചിനുമായി ബന്ധപ്പെട്ട് ഇവിടെ നിരന്തരം ബന്ധപ്പെടാറുണ്ട്. കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കൃഷിയെ താല്പര്യമുള്ളവരും പിന്നെ ഇത്തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ നേരിട്ട് വരാവുന്നതാണ്. അതിന് നേരത്തെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റു ചില പ്രവർത്തനങ്ങളുമായി പോകുന്നുണ്ട്. അത് കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ട്. പല ദിവസങ്ങളിലും ഞാൻ എൻഗേജ്ഡ് ആയിരിക്കും. കൃഷി എങ്ങനെ വ്യാപിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഞാൻ കൃഷി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിൽ ഈ കൃഷി വ്യാപിപ്പിക്കുക, വളരെ വിഷലബ്ധമല്ലാത്ത പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഉദാത്തമായ മാതൃകയായിരിക്കും എന്ന് ഞാൻ കാണുന്നു. അത്തരത്തിലുള്ള ഒരു ആലോചന എല്ലാവരും നടത്തണം. നമുക്ക് ഒരു പരിധിവരെയെങ്കിലും കൃഷിയിൽ സ്വയം പര്യാപ്തത നേടാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.